സർക്കിൾസ് എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആപ്ലസ് സ്റ്റുഡൻറ്റും ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണെങ്കിലും മലയാളം എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മലയാളം സ്റ്റുഡൻസിനും അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്രദം ആയിരിക്കും നമ്മൾ പറയുന്ന എല്ലാ എപ്പിസോഡ്സും. നമ്മൾ ഈ ലോക്ക്ഡൌൺ പീരീഡിനൊക്കെ ശേഷവും ഓരോ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ എല്ലാ പ്രോബ്ലംസും എല്ലാ കോൺസെപ്റ്റ്സും വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് നിങ്ങൾക്ക് പിന്നീടും ഉപകാരപ്രദമായിരിക്കും. അത് നമുക്ക് ഒന്നാമത്തെ ഈ പാഠഭാഗത്തേക്ക് പോകും. സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള നിർവചനത്തിലേക്ക് നമുക്ക് ആദ്യം ചിന്തിച്ച് നോക്കാം. എന്താണ് സർക്കിൾസ് എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് എ സർക്കിൾ? അപ്പോൾ നമ്മൾ സർക്കിൾസ് എന്ന് പറയുമ്പോൾ സാധാരണ പല കുട്ടികളും പലപ്പോഴും ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താണ്, ഒരു സ്ഥിര ബിന്ദുവിൽ നിന്ന് തുല്യകരത്തിലുള്ള എല്ലാ ബിന്ദുക്കളുടെയും കളക്ഷനാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊരു കുറച്ചുകൂടി പ്രിസൈസ് ആക്കാൻ വേണ്ടി, കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് ഒരു തലത്തിലെ എന്ന് പറയണം. ഒരു തലത്തിലുള്ള ഒരു സ്ഥിര ബിന്ദുവിന് തുല്യാകരത്തിലുള്ള എല്ലാ ബിന്ദുക്കളെയും നമ്മൾ പരിഗണിച്ചാൽ അവയുടെ ലോക്കസിനെയാണ് നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്നത്. ഇനി ഹിയർ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. വി ഹാവ് ടു ഷോ ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഒരു അർദ്ധവൃത്തിലെ കോൺ മട്ടകോണാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് ഈ ആപ്ലെറ്റിൽ നോക്കാം. നമ്മളിവിടെ ഈ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്താലും ഇങ്ങോട്ട് മൂവ് ചെയ്താലും ഒക്കെ അവിടെ വരുന്ന കോണ്, ആ പോയിന്റ് പിയിൽ വരുന്ന കോണ് 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ സർക്കിളിലൂടെ നേരെ വെച്ചാൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകുന്ന കോണ് റൈറ്റ് ആംഗിൾ തന്നെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഉള്ള സമയത്ത് അത് 90 ഡിഗ്രിയാണ്. മേലോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കുന്നുണ്ട്, അത് മേലോട്ട് പോകുന്നതിനെ എന്ത് ചെയ്യുന്നു, അത് കൂർത്ത് വരിക. ഇനി നമ്മൾ 70 ഡിഗ്രി ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് താണുവന്ന് അവിടെ അർദ്ധവൃത്തിൽ എത്തുമ്പോഴേക്ക് 90 ഡിഗ്രി ആകുന്നു. വീണ്ടും താവട്ടേക്ക് വരുന്ന സമയത്ത് എന്ത് വരികയാണത്, 110, അങ്ങനെ താവട്ടേക്ക് പോകണം. അവസാനം സംഭവിക്കുന്നത് നേരെ ആയിട്ട് അവിടെ ഓയിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുകയാണ്, അവിടെ 150 ഡിഗ്രി ആവുകയാണ്. അപ്പോൾ മേലോട്ടേക്ക് പോകുന്നതിനെ 150 ഡിഗ്രിയിൽ നിന്ന് ചെറുതായി പോയിട്ട് റൈറ്റ് ആംഗിൾ ആവുന്ന എപ്പോഴാണ്, വെൻ പി ഈസ് ഓൺ ദ സെമി സർക്കിൾ ആ സമയത്ത് മാത്രമേ പി ആവുന്നുള്ളൂ. ഇനി നമ്മൾ അത് കുറച്ചുകൂടി പുള്ളി ചെയ്ത് മേലോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ പോയിന്റിലുള്ള ആംഗിൾ ഇങ്ങനെ ഷാർപ്പായി വരും. അത് ഓർത്താൽ മതി. നിങ്ങളത് ഓർത്ത് വെക്കാൻ, അകത്ത് വരുമ്പോഴാണോ പുറത്ത് വരുമ്പോഴാണോ ചെറുതാവുക എന്നുള്ളത് പലപ്പോഴും കുട്ടികൾ കൺഫ്യൂസിങ്. അപ്പോൾ നമ്മൾ ആ ഒരു അകത്താണോ പുറത്താണോ ചിന്തിക്കുന്നതിന് പകരം പുറത്ത് പോകുമ്പോൾ ആ കോണ് കൂർത്ത് വരികയാണ്, ഗെറ്റിംഗ് ഷാർപ്പർ ആൻഡ് ഷാർപ്പർ, ദെൻ ഇറ്റ് വിൽ decrease the size, and when P is coming towards the center or coming towards this arc, if P is on that arc it will be 90 degree, and then if P is coming very close to the center it increases its size. അപ്പോൾ P ഇവിടുന്ന് മാറി കേന്ദ്രത്തിനടുത്തേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബിന്ദു P വൃത്തത്തിനകത്താണെങ്കിൽ ആ കോണ് 90 ഡിഗ്രിയേക്കാൾ വലുതായിരിക്കും. അത് പുറത്താണെങ്കിൽ എന്തായിരിക്കും, 90 ഡിഗ്രിയേക്കാൾ ചെറുതായിരിക്കും. ഈ ഒരു കൺസെപ്റ്റാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിനെ തിരിച്ച് നമുക്ക് പിയിൽ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് തെളിയിക്കാം. മട്ടകോണാണ്, അർദ്ധവൃത്തിലേക്ക് മട്ടകോണാണ്. ആംഗിൾ സബ്റ്റൻഡഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പ്രൂഫിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരുന്ന ഈ 90 ഡിഗ്രി കോണ്, ആദ്യം ഇവിടെ 90 ഡിഗ്രി ഉണ്ടായിരുന്നത്, ആ 90 ഡിഗ്രി കോണ് നമ്മൾ എന്ത് ചെയ്യുന്നു, OP എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ 2 കോണുകളാക്കി. ഒരു ചെറുത് മറ്റൊന്ന് വലുത്. എന്ത് തന്നെയായിരുന്നാലും ഒന്നാമത്തെ കോണിന് X എന്നും രണ്ടാമത്തെ കോണിന് Y എന്നും വിളിച്ചു. അപ്പൊ ഇവിടെയുള്ള ഈ കോണ് X ആയാലും ഇവിടെയുള്ള കോൺ എന്തായിരിക്കണം, അതും X ആയിരിക്കും. ഇവിടെയുള്ള കോണ് Y ആയാലും ഇവിടെയുള്ള കോൺ എന്തായിരിക്കണം, അതും Y ആയിരിക്കണം. എന്തുകൊണ്ട്, OP എന്ന് പറയുന്ന വരിയും OA എന്ന് പറയുന്ന വരിയും they are radial segments ആയതുകൊണ്ട് തന്നെ if two sides are equal, angles opposite to those equal sides are also equal. Therefore OP equal to OA, therefore these are the equal angles. In the same way OP is equal to OB, they are radial segments, therefore this angle and this angle are equal. Clear? And we know that sum of all the angles of a triangle is equal to 180 degree. Therefore adding these angles X plus Y is equal to 180. This X plus Y is equal to 180. We are adding all the angles of this ABP. This is X, this angle is X plus Y. We have to show that X plus Y, this total angle is equal to 90. Here sum of all these 3 angles is equal to 180. The next, adding this X and X, it is 2X, Y plus Y is equal to 2Y, it is equal to 180. And this 2 is a common factor, therefore we can take that 2 common factor outside. അതായത് രണ്ടും പൊതുവായ ഘടകമായതുകൊണ്ട് രണ്ടിനെ വെളിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇവിടെയും പകുതിയാക്കുക, അല്ലെങ്കിൽ 2 ട്രാൻസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 2, then we will get X plus Y is equal to 180 by 2. ഇവിടെ 2 വെച്ചു, ഇവിടെ 2 വെച്ചു.
അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. If x plus y is multiplied by 2, it is 180. If it is not multiplied, it is simply x plus y ആണെങ്കിൽ it must be half of 180. Okay, then നമ്മൾ എന്ത് ചെയ്യുന്നു? Half of 180 is equal to 90. Therefore, sum of x and y, that is x plus y, the total angle at P, it is equal to 90. Clear? Therefore, angle in a semicircle is right. That is the point. Angle in a semicircle is always 90. Okay, then we can move on to the next. ഇവിടെ ആംഗിൾ 90 ആണ്. ഇവിടെ സെമി സർക്കിളിലെ ഒരു ആംഗിൾ അറ്റ് പി ഈസ് 90 ആണ് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ചെറുതായി വരും നമുക്കറിയാം. അപ്പൊ ചെറുതായി വരുമ്പോൾ ആ എത്രമാത്രം ചെറുതായി എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോൺ വരുന്നുണ്ട്, ഒരു ത്രികോണം രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് 20 ചെറുതായിട്ടുണ്ടെങ്കിൽ ആ 20 ഇവിടെ ഉണ്ടാവണം. കാരണം നമുക്കറിയാം ദിസ് 90 ഈസ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദിസ് ട്രയാംഗിൾ. ഈ ട്രയാംഗിളിന്റെ സി പി ബി എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, ഒരു ബാഹ്യകോണാണ്. അപ്പോൾ വി നോ ദാറ്റ് മെഷർ ഓഫ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ദ റിമോട്ട് ഇന്റീരിയർ ആംഗിൾസ്. ഡിസ്റ്റന്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കണം ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട്. അപ്പോൾ 90 ഈസ് ഈക്വൽ ടു 70 + 20. അപ്പോൾ ഇവിടുന്ന് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഇവിടുന്ന് പുള്ളി ചെയ്ത് പുറത്തു കൊണ്ടുപോയാൽ അതിന്റെ കോണ് 90 ഡിഗ്രിയേക്കാൾ കുറയും. എത്രമാത്രം കുറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണുള്ളൂ അത്രയാണ് കുറയുന്നത്. സോ ഇഫ് യു ആർ പുള്ളിങ് ഇറ്റ് ഫർദർ ഔട്ട്, വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഈ പീനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് തള്ളുമ്പോൾ ഇവിടെ 90 ആകുന്നു, 36 കുറഞ്ഞിട്ട് അവിടെ എത്തുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ 36 + 54 ആണ് ഇവിടെ 90 വരുന്നത്. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടി താവട്ടേക്ക് പുള്ളി നോക്കാം. താവട്ടേക്ക് പുള്ളി ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ 110 ആക്കി. ഇവിടെ 90 വലുതായി. ഇവിടെ ആയിരുന്നപ്പോൾ 90 ആയിരുന്നു. താവട്ട് പി വന്നപ്പോൾ അവിടെ എത്ര ഡിഗ്രി വന്നു? 110 ഡിഗ്രി വന്നു. അപ്പോൾ എത്ര കൂടി എന്ന് ചോദിച്ചാൽ ഇവിടെ എത്ര കൂടി? കാരണം ഇതാണ് ഈ പി ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ ഒരു ബാഹ്യകോണാണ്. This exterior angle should be the sum of these remote interior angles. Therefore, ഒരു ത്രികോണത്തിന്റെ ഒരു ബാഹ്യകോണിന്റെ അളവ് അതിന്റെ ആന്തര വിദൂര കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് 90 ഉണ്ടായിരുന്ന പിയിൽ 90 ഉണ്ടായിരുന്ന പി അകത്തേക്ക് വന്നപ്പോൾ 110 ആയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതും കൂടി കൂട്ടിയാൽ അതവിടെ എത്തും. കാരണം ബാഹ്യകോണിന്റെ അളവ് 90 + 20 ആണ്, ആന്തര വിദൂര കോണുകളുടെ തുകയാണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. An exterior angle equal to sum of the remote interior angles, distant interior angles. Okay? So let's move on to the next question. This is the first question in your exercise. നിങ്ങളുടെ എക്സസൈസിലുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. We have 3 triangles here with a common base. ഇവിടെ തുല്യമായ അല്ലെങ്കിൽ വശം താഴത്തെ വശം തുല്യമായ രീതിയിൽ വരുന്ന രീതിയിൽ 3 ത്രികോണങ്ങളുടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശീർഷക ടെസ്റ്റിൽ പേരൊന്നും കൊടുത്തിട്ടില്ല. If you draw a circle with PQ as the diameter, PQ വ്യാസമായ ഒരു വൃത്തം വരച്ചാൽ ആ അർദ്ധവൃത്തത്തിന്റെ അകത്തായിരിക്കോ പുറത്തായിരിക്കോ അതിന്റെ മുകളിലായിരിക്കോ? അപ്പോൾ എ എന്നുള്ള പോയിന്റ് എടുത്ത് നോക്കുക. എ എന്നുള്ള പോയിന്റ് അകത്താണോ പുറത്താണോ എന്ന് പറയണമെങ്കിൽ തന്നിരിക്കുന്ന അളവുകളായി ബന്ധപ്പെട്ട് ചിന്തിക്കണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടില്ല നമുക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അർദ്ധവൃത്തിലെ കോണാണ് മട്ടവും 90 ഡിഗ്രി വരിക. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് ആര് കടന്നു പോവുക? എ ബി വ്യാസമായി അർദ്ധവൃത്തം വരച്ചാൽ കടന്നു പോവുക. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവായതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് ആൻ ആംഗിൾ വിത്ത് ലെസർ മെഷർ, therefore it should be a point outside the circle. And since this angle C is greater than 90, this point B is a point inside the circle. സർക്കിളിന്റെ അകത്തുള്ള പോയിന്റ് ആയിരിക്കും. സി എന്ന് പറയുന്ന കോണിലെ അളവ് 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് അത് വൃത്തത്തിന്റെ അകത്തായിരിക്കും. അത് ഫീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ചിത്രം ഇങ്ങനെ വരച്ച് നോക്കുക. അർദ്ധവൃത്തത്തില് കോണ് മട്ടകോണായിരിക്കും, അതിനേക്കാൾ ചെറുത് പുറത്തായിരിക്കും, 90-നേക്കാൾ വലുത് വൃത്തത്തിന്റെ അകത്തായിരിക്കും ഫീൽ ചെയ്യുക. ഇവിടെ എ സി വ്യാസമായി, ഈ വികരണം വ്യാസമാക്കി, എ സി എന്നുള്ള വികരണം വരക്കുക, അത് വ്യാസമാക്കി ഒരു വൃത്തം വരക്കുക. അപ്പോൾ ഡിയുടെ പൊസിഷൻ എന്തായിരിക്കും, ബിയുടെ പൊസിഷൻ എന്തായിരിക്കും? അകത്താണോ പുറത്താണോ അതിന് മുകളിലാണോ? അതാണ് പറയേണ്ടത്. അപ്പോൾ ഡി എവിടെയായിരിക്കും എന്ന് അറിയണമെങ്കിൽ തീർച്ചയായും നമുക്കറിയുന്ന 90 ഡിഗ്രി ആണെങ്കിൽ അത് വൃത്തത്തിന്റെ മുകളിലായിരിക്കും, അതിനേക്കാൾ കുറവാണെങ്കിൽ പുറത്തായിരിക്കും, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ ഡിയുടെ അളവ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഡിയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഡിയുടെ അളവ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകളും കൂടി കൂട്ടി എത്രയുണ്ടാവും? 360 ഡിഗ്രി ഉണ്ടാവും. ഏത് ചതുർഭുജത്തിന്റെ 4 കോണുകളുടെ തുക 360 നമ്മൾ പഠിച്ചിട്ടുണ്ട്. We know the value of A is equal to 105, B is equal to 55 degree, it is 110, and angle D is the only angle that we do not know its measure. Therefore, the sum of all these 4 is equal to 360. And we can find the sum of these 3 numbers, and it is equal to 270 plus angle D is equal to 360. Therefore, keeping that D there,
and subtracting 270 from both sides, we will get angle D is equal to 360 minus 270 and it is equal to 90 degree. Therefore, D is a right angle. Therefore, if you draw a circle with ACS diameter, AC diameter ആയിട്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഏതിലൂടെ പാസ് ചെയ്തിരിക്കണം? ഡിയിലൂടെ പാസ് ചെയ്തിരിക്കണം. പക്ഷെ ഇവിടെ അറിയാം, ഈ 55 ഡിഗ്രി എന്ന് പറയുന്നത് 90-നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ഈ പോയിന്റ് എവിടെയായിരിക്കണം? വൃത്തത്തിന്റെ വെളിയിലായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നമ്മൾ ഇവിടെ D ഒരു D is a point on the circle because it's equal to 90 degree. 90 degree ആയതുകൊണ്ട് D is a point on circle. Angle B, this angle B is far less than 90. 55 എന്നുള്ളത് 90-നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ആ പോയിന്റ് എന്താണ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത് വരച്ചു നോക്കാം. അടുത്ത ഈ വികരണം BD എന്ന് പറയുന്ന വികരണം വ്യാസമാക്കി ഒരു വൃത്തം വരക്കുക. If you draw a circle with BD as its diameter and the other two vertices are A and C, the angle at those vertices are 105 and 110. Therefore, these points are well inside the circle. Okay. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണം ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിനെ പറ്റി നമുക്ക് എന്തറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോണ് റൈറ്റ് ആയിരിക്കണം. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വിത്ത് റൈറ്റ് ആംഗിൾ അറ്റ് വെർട്ടെക്സ് ബി. ബിയിൽ റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. Then what do you know about the other two angles? Definitely these angles must be of measure less than 90. 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ആംഗിൾ അവിടെ ഉണ്ടാകാൻ പറ്റുള്ളൂ. മട്ടത്രികോണത്തിനകത്ത് ഒരു കോണ് 90 ആയി കഴിഞ്ഞാൽ മറ്റു രണ്ട് കോണുകൾ കൂട്ടിയാൽ 90 ആവുള്ളൂ. Therefore, these angles A and angle C are having measures less than 90. Then our question is, if we draw a circle with BC as diameter, what about the position of the third vertex? നമ്മൾ BC എന്ന് പറയുന്ന വ്യാസമാക്കി ഒരു വൃത്തം വരക്കുന്നു. വൃത്തം വരച്ചാൽ ഈ ആള് വൃത്തത്തിന്റെ വെളിയിലായിരിക്കോ അകത്തായിരിക്കോ? അപ്പൊ ഇയാളെ പറ്റി നമുക്ക് എന്താ അറിയാം? അത് 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ BC വ്യാസമായി വൃത്തം വരച്ചാൽ അവർ എവിടെ ഉണ്ടാവണം? പുറത്തുണ്ടാവണം. നമ്മൾ വരച്ച് നോക്കാണ്ട് നമുക്ക് പറയാൻ പറ്റണം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ നമുക്ക് AB വ്യാസമായി വൃത്തം വരച്ച് നോക്കാം. AB വ്യാസമായി വൃത്തം വരച്ചാൽ ഇയാൾ എവിടെ ഉണ്ടാവുക? AB വ്യാസമായി വൃത്തം വരച്ചാൽ തീർച്ചയായും ഇതിന്റെ അളവ് 90-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് AB വ്യാസമായി വൃത്തം വരച്ചാൽ എവിടെ ഉണ്ടാവും? അയാൾ വൃത്തത്തിന്റെ വെളിയിലുണ്ടാവും. ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഇത് വ്യാസമായി AC വ്യാസമായി വൃത്തം വരച്ചാൽ നമുക്ക് AC വ്യാസമായി വൃത്തം വരച്ചാൽ ഈ ബിയുടെ പൊസിഷൻ എവിടെ ഉണ്ടാവുന്ന വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്. ആംഗിൾ B is right. Therefore, this point B must be a point on the semicircle. Therefore, if we draw a circle with AC as diameter, this point B lies on that semicircle or the circle because angle B is equal to 90 degree. Okay? ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടാസ്കുകൾ ഓരോന്നായി നിങ്ങളിത് രണ്ടാമതും വാച്ച് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെ ബൈ.